കുറച്ചു മാറ്റാൻ ഒതുങ്ങിയെടുക്കുന്നു സ്ഥലം ഒതുക്കെ തന്നില്ല. നീ വാ ഇങ്ങനെ കൊലപ്പെടുത്തുന്ന പറഞ്ഞത് ശരിയാ ശരിയാ.
ശിവായ. ഓം നമഃ ശിവായ. നിന്റെ ഈ ലോകം തന്നെ മായയാണ്. നിന്റെ ദുഃഖവും മായയാണ്. ലോകത്തിൻ്റെ ഗതിവിഗതികൾ മാറ്റിമറിക്കാൻ ആരാർക്കും സാധ്യമല്ല. ഓം നമഃ ശിവായ. അങ്ങനെ നിന്റെ ആത്മാവിനോടുള്ള ദാഹമായിരിക്കട്ടെ, ആത്മാവിനെ അറിയാനുള്ള ദാഹമായി. എനിക്കാണെങ്കിൽ ഈ കടലിൽ വെള്ളം മുഴുവൻ കുടിച്ചു പറ്റിക്കാനുള്ള ദാഹമുണ്ട്. പക്ഷേ എനിക്ക് പൂജയ്ക്കുള്ള സമയമായിരിക്കും. ആയതിനാൽ എനിക്കൊന്നേ ചെയ്യാനുള്ളൂ, നാഥനോടുള്ള പ്രാർത്ഥന. പരബ്രഹ്മമൂർത്തി ഈ വത്സനെ മോക്ഷം നൽകട്ടെ. രോഗിയെ പോലെ
നമ്മുടെ രാജ്യം ഇത്തരം അഴിമതി അക്രമവും വർദ്ധിച്ചിട്ടുണ്ട്. രാജ്യം പറഞ്ഞിട്ട് ആരോഗ്യമുള്ള സ്വാമികൾ ഇരുന്നിട്ട് ഏറ്റവും പറഞ്ഞറിയാം ഈ സംഭവങ്ങളെ ശരിയായ അറിവിൽ നമ്മുടെ ഭരണഘടന നന്ദിയൊന്ന് മാറ്റി എഴുതി അതിനുവേണ്ടി അസംബ്ലിയിൽ ഒരു പ്രമേയം നിങ്ങൾ കേൾക്കണം. ഈ നാട്ടുകാരായി MLA ഈ പ്രദേശത്തെ 10ഓളം കോഴിക്കടകൾ ഇതിനേക്കാൾ ഞാൻ സഹായിക്കും. പക്ഷെ എന്ത് പ്രയോജനം? ഒന്നിനും വെള്ളമില്ല. അതുകൊണ്ടാ എനിക്ക് സാധിക്കുന്നത്. പക്ഷെ പറഞ്ഞിട്ടെന്താണ് MLA എന്നതിൽ വെള്ളം കിട്ടാനില്ലെങ്കിൽ ഇവിടുത്തെ എന്തോരം വെള്ളം ഞാൻ കുടിക്കുന്നതെന്നറിയാമോ? എന്റെ സഹോദര ഞാനും രക്ഷതയാണ് ഈ ഊട് വഴിയിലൂടെ വന്നത്. നിങ്ങൾക്കറിയാം കണ്ണ് തുറന്നാണ് പരാതികളായി നിവേദനമായി ഒരു റോഡ് അനുഭവിക്കുക. ഇന്നെങ്കിലും രക്ഷതാക്കളോ എന്ന് കരുതി ഈ വഴിയിൽ വന്നാൽ കണ്ടില്ലേ ഇവിടെ രക്ഷയില്ല. ഇല്ല ഞാനും ആദ്യത്തെ അവസരം എനിക്ക് അതിനായി കിട്ടുന്നുണ്ട്. എന്ത് ചെയ്യാം? ജനപ്രതിനിധികൾ പോയില്ലേ? സമയമില്ല. നെഹ്റു യുവജന കേന്ദ്രത്തിൽ ആകുമ്പോൾ ഇന്ത്യ സ്വാതന്ത്ര്യമായിട്ട് 20-ാം വാർഷികമുണ്ടാകുന്നത് വിഭാഗം ഞാനാണ് MLA ആണ്. പക്ഷെ സമയം വൈകിയിരിക്കുന്നു. നമ്മുടെ രാജ്യത്ത് ഇത്തരം അഴിമതി അക്രമവും ഒഴുക്കി വാഴുകയാണ്. താങ്കളെ മാർക്കറ്റ് അവസരമായിട്ട് ഈ പരിപാടി തന്നെ വ്യക്തമാണെങ്കിൽ എത്രയും പെട്ടെന്ന് നടത്താൻ ഫലം MLA എന്നതിൽ സർക്കാരിന് ആവശ്യമാണ്. പറഞ്ഞു തന്നെ ആരും ഇരിക്കണം.
കൊന്നു കൊന്നു അവരെന്നെ കൊന്നു. കള്ളന്മാർക്ക് വേണമെങ്കിൽ അറിയാൻ പറ്റുള്ളൂ. അമ്മയ്ക്ക് സുഖമില്ലെന്ന് പറഞ്ഞ് മരുന്ന് വാങ്ങാൻ ഈ വഴി ഒന്ന് രണ്ട് പേരെ ആക്രമിച്ചു. എന്റെ പക്കലുള്ളതെല്ലാം മോഷ്ടിച്ചു. അറിയില്ല. ഞാൻ ടൗണിൽ ഒരു ഹോട്ടലിൽ നിൽക്കുക. അമ്മയ്ക്ക് സുഖമില്ലെന്ന് പറഞ്ഞ് ഹോട്ടൽ ഞാൻ ഇങ്ങനെ വരുന്നു. എന്നെ ആക്രമിച്ച് എന്റെ പക്കലുള്ളതെല്ലാം മോഷ്ടിച്ചു. ആരൊക്കെയോ പോയിരുന്നു. മനസ്സാക്ഷി മരവിച്ചവർ കടന്നുപോയാണ്. നല്ല വേദന. എന്നെ എത്രയും വേഗം ആശുപത്രിയിൽ എത്തിക്കാമോ? ഞങ്ങൾ വണ്ടിക്ക് ആളുകളുണ്ട്. ഞങ്ങളാണ് ഇങ്ങോട്ടൊരു രാജ്യമുള്ളത്. ഞങ്ങൾ വണ്ടിക്ക് ആളുകളുണ്ട്. എങ്ങനെയായാലും ഈ പാവത്തിനെ എത്രയും വേഗം ആശുപത്രിയിൽ എത്തിച്ചാൽ മതി. നിങ്ങൾ ബന്ധപ്പെടേണ്ട. ഞങ്ങളേറ്റു. എന്നിട്ട് ഇത്രയും വൈകിയതെന്താണ്? വണ്ടി തരപ്പെടുന്നല്ലോ. ബോധം വന്നപ്പോൾ ഈ മനുഷ്യനോട് ഞാൻ ഒരു ദിവസത്തിൽ കേടപേക്ഷിച്ചു. തന്നില്ല. സ്ഥലം വിട്ട് കളഞ്ഞു. ഒരു പയ്യനെ രണ്ടു തവണ വളയും ദാഹിച്ചപ്പോൾ വെള്ളം കൊടുക്കാത്ത സഹായം. നിങ്ങൾ സ്കൂളിൽ പോകണം. ഇയാളെ ഞങ്ങൾ ആശുപത്രിയിലേക്കാവും. വേണ്ട വേണ്ട. ഇന്നത്തേക്ക് ഞാൻ ലീവ് കൊടുത്തു. ആരുമല്ലാത്ത താങ്കൾക്കെന്താണ് ഇത്ര വാശി? ഈ പയ്യനും നിങ്ങൾ സഹായിക്കണ്ട എന്നല്ലേ പറയുന്നത്? എങ്കിൽ വണ്ടി പോകണം. കൊടുക്കാം. വരട്ടെ. ആ വണ്ടിയിൽ കൊണ്ടുപോകാം. വടിയേറിയവരെ സഹായിക്കാൻ താങ്കൾക്ക് എന്താണ് നിർബന്ധം? ഇയാളെ ഞങ്ങൾ ആദ്യമുണ്ട്. ഞങ്ങളുടെ ചത്തുകുട്ടികളായി. അല്ല, ചത്താൻ പറ്റില്ലല്ലോ. ടാക്സി തരപ്പെടുത്താൻ പോയിട്ട് ഇതുവരെ ഒന്നും ആയില്ല അല്ലേ? വേട്ടക്കാരൻ മൃഗത്തിന് അവകാശം പറയുന്നവരൊക്കെ വന്നിരിക്കുന്നു. കിടന്നു പോകുന്ന അവസ്ഥ. ഇങ്ങനെയാണ് പോകാൻ പറ്റില്ല. ഞങ്ങളുടെ വീതം വീതം അവകാശങ്ങൾ കൂടിയോ? ഈ പയ്യനെ വെട്ടി നോക്കി ഒരു കഷണം തരാം. എന്താ എങ്ങനെയും ഇടയ്ക്ക് ഒരു കാർഡ് നിർവഹിച്ചപ്പോൾ തട്ടിക്കൊണ്ടുവരാനാ. ഒരു
പോലീസോ? എനിക്കത് അപ്പോഴേ മനസ്സിലായി. മനസ്സാക്ഷിയില്ലാത്ത മൃഗങ്ങൾ. പോലീസിന്റെ കാര്യം ഞാൻ പഠിക്കാൻ ഉപയോഗിച്ചോ പറഞ്ഞേ നന്നായി. മനസ്സാക്ഷിയില്ലാത്ത നികൃഷ്ട ജീവികൾ. നമുക്ക് ഇയാളെ വേഗം ആശുപത്രിയിൽ ഈ നാട് എങ്ങനെ രക്ഷപ്പെടും? എല്ലാവരും ഇരുട്ടിനെ പഠിക്കും. ഒരു കൈത്തിരി